ഇന്ത്യക്കാർ ഇന്നലെ അന്തരീക്ഷത്തിൽ തീമഴ കണ്ടു. നമ്മൾ നേരത്തെ തീമഴ കണ്ടിരിക്കുന്നത് ഇസ്രയേല് പാലസ്തീനിലെ ഹമാസ് പിടിച്ചെടുക്കാൻ വേണ്ടി അവർ അന്തരീക്ഷത്തിലേക്ക് വിട്ട തീമഴകൾ നമ്മൾ ധാരാളം കണ്ടു. ലോകത്തിലുള്ള ജനങ്ങൾ ആദ്യമായിട്ടാണ് ആ തീമഴകൾ കാണുന്നത്. അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. മിസൈലാണെന്നറിയാം, അപ്പോൾ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി തൊടുത്തു വിടുന്ന തീമഴകൾ തന്നെ. അത് ഇന്നലെ നമ്മൾ ടി വിയിൽ കണ്ടു. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ പല തീമഴകൾ ഗോളങ്ങളായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ അത് മുഴുവൻ പ്രതിരോധിച്ചു. ഇന്ത്യയുടെ നമ്മുടെ അതിർത്തിയിലൊന്നും ആ മിസൈലോ ഡ്രോണോ ഒന്നും വീണില്ല. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നമ്മളെല്ലാം പൊട്ടിച്ച് അവനെ തകർത്ത് കളഞ്ഞു. ഇന്ത്യയുടെ ശക്തി അതാണ്. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് അത്ര വ്യക്തതയില്ല. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാകിസ്ഥാന് ഇന്ത്യയോട് കളിച്ചാൽ മിച്ചം കാണില്ല എന്ന്. അത്ര കോൺഫിഡൻസ് ആയിരുന്നു നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിക്ക്. എന്താണ് ആ കോൺഫിഡൻസിൻ്റെ കാര്യം? അത് ഈ തീമഴ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്നുള്ള. ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അത് പ്രതിരോധിക്കാനുള്ള കഴിവുകളില്ല. 3-4 രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ പഴയകാല യുദ്ധതന്ത്രത്തിലല്ല ഇന്ത്യ, ഇപ്പോൾ ആധുനിക യുഗത്തിലാണ്. മറ്റു ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നമ്മളും ചന്ദ്രനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ സ്പേസ് ഷിപ്പുകൾ നമ്മുടേതായിട്ട് വരുന്നു. ലോഞ്ചിങ് പാടവം നമുക്കുണ്ട്, മിസൈൽ പാടവം നമ്മളുണ്ട്. നമ്മൾ ചന്ദ്രനിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നവരാണ്. ലോകത്തിലെ 3-4 രാഷ്ട്രങ്ങൾ മാത്രമാണ് ആ കപ്പാസിറ്റി ഉള്ളവർ. ആ കൂടെ ഇന്ത്യയുണ്ട്. അതുകൊണ്ട് വാർ സ്ഥലങ്ങളിലെ ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റങ്ങളും അതുപോലെ ഡ്രോൺ സിസ്റ്റങ്ങളും അഗ്രസീവാണ്. എതിർ കക്ഷിയെ അല്ലെ എതിർ രാജ്യത്തെ ചുട്ട് ചാമ്പലാക്കും. അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. പാകിസ്ഥാൻ ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അവർ പഴയ ആർട്ടിലറി യുദ്ധത്തിലും ഗ്രൗണ്ട് യുദ്ധത്തിലും അവർ ആധുനിക വിമാന യുദ്ധത്തിലുമൊക്കെ നിൽക്കുകയാണ്. ഇന്ത്യ അവിടെ നിന്നൊക്കെ കരകയറി വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. അന്തരീക്ഷത്തിൽ വരുന്ന മിസൈലും ഡ്രോണും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നമ്മൾ തകർക്കും. നമുക്ക് ഏകദേശം 50ഓളം മിസൈലുകൾ വന്നിരുന്നു. അത് മുഴുവൻ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. ഇന്ത്യൻ മണ്ണിലൊന്നും വീണില്ല. 8 മിസൈൽ വന്നിരുന്നു. ആ 50ഓളം ഡ്രോൺസും 8 മിസൈലുമാണ് നമ്മൾ തകർത്തത്. ആർട്ടിലറി എന്നുള്ള ആക്രമണം മൂലം പാകിസ്ഥാൻ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ പാവങ്ങളെ അവരുടെ വസതിയിലേക്ക് അവരോട്ട് കടന്നു കയറി അവരുടെ പെല്ലറ്റുകളും എല്ലാം ധാരാളം ഇന്ത്യൻ വസതികളിലേക്കും ഇന്ത്യയുടെ ആൾക്കാരുടെ ദേഹത്ത് പതിച്ച് 16 പേര് നമ്മൾ കൊല്ലപ്പെട്ടു. ഇന്നലെ ഈ തീഗോളങ്ങൾ വന്നു കഴിഞ്ഞപ്പം ബ്ലാക്ക് ഔട്ടായിരുന്ന പൊതുസ്ഥലങ്ങളിലും അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടിയ ഒരു സ്ത്രീയുടെ അവരുടെ കഴുത്തിലെ ഒരു പെല്ലറ്റ് തറച്ചു, അവർ കൊല്ലപ്പെട്ടു. ഒരാൾ മരിച്ചു. അതേസമയത്ത് പാകിസ്ഥാൻ്റെ 5 പോർ വിമാനങ്ങൾ നമ്മൾ വെടിവെച്ചിട്ടു. ആ കൂടെ F-16 JF-17 ഉണ്ട്. ഇത് പോർ വിമാനങ്ങളാണ്. ഇത് ലോകത്തിന് സംഭാവന ചെയ്ത് അമേരിക്കയാണ്. ലോകത്തിലെ 25 രാജ്യങ്ങൾ അമേരിക്കയുടെ F-16 JF-17 പോർ വിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാകാം എന്ന് കരുതുന്നു. ആ പോർ വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. അമേരിക്കൻ നിർമ്മിതമായ പോർ വിമാനങ്ങൾ നമ്മൾ ഇന്ത്യയുടെ അതിർത്തി കടന്നപ്പോഴേ വെടിവെച്ചിട്ടിരുന്നു. രാജസ്ഥാനിലെ നമ്മൾ ജീവനോടെ 2 പാകിസ്ഥാൻ പൈലറ്റിനെ പിടിച്ചെടുക്കും. അവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പാകിസ്ഥാന് പൊതുവെ ഇന്ത്യയുടെ അതിർത്തിയിലെ ശ്രീനഗർ, ജമ്മു, ലേ, അമൃത്സർ, രാജ്കോട്ട്, അത് സബ്വ, കോട്ട്ല, ലുധിയാന, ജലന്ധർ പാകിസ്ഥാനിലെ അതിർത്തി പങ്കിടുന്ന മേജർ സ്ഥലങ്ങളാണ്. നമ്മുടെ ആംസുകളും നമ്മുടെ പല യുദ്ധോപകരണ സ്ഥാപനങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ് ജലന്ധറും ലുധിയാനയും അമൃത്സറും ഒക്കെ. എന്തായാലും അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലേക്കാണ് അവർ ആർട്ടിലറി പ്രയോഗിക്കുന്നത്. അവിടെയുള്ള ഗ്രാമീണരായ പലർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ വീടുകളൊക്കെ നാമാവശേഷമായി.
വീട് മുഴുവൻ അത് ഷെല്ലുകൾ കൊണ്ട് നിറഞ്ഞ് തുളവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ വസതിയിലെ മുൻവശവും അവരുടെ കാറുകളിലൊക്കെ ധാരാളം ഷെല്ലുകൾ പതിച്ച് അവിടെ തുള വീണ് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവിടുത്തെ അതിർത്തിയിലുള്ള ഇന്ത്യയിലെ ഗ്രാമീണരെല്ലാം അവിടുന്ന് ഒഴിഞ്ഞുപോയി. ഇപ്പോൾ പാകിസ്ഥാനിലെ ആ ആർട്ടിലറി അവർ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ അതിന് കൗണ്ടർ അറ്റാക്ക് ഇന്ത്യ നടത്തി. ഇന്ത്യ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും അവരുടെ തലസ്ഥാനമായ അവരുടെ പല വൈറ്റലായ സ്ഥലങ്ങളിലേക്കും ഇന്ത്യ മിസൈൽ അയക്കുകയും ചെയ്തു. അത് തന്നെയല്ല, അവിടെ വലിയ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടാകുകയും ചെയ്തു. പാക് വിദേശകാര്യമന്ത്രി വാജ അസീഫ് പെട്ടെന്ന് ആർമി ചീഫിനെ മാറ്റിയതായിട്ടാണ് മനസ്സിലാകുന്നത്. അസീൻ മുനീറിനെ മാറ്റി പകരം അവർ ഷഹീർ ഷംസാദ് മിർസയെ അവർ പുതിയ സൈനിക മേധാവിയാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നമ്മൾ പാകിസ്ഥാൻ ആകെ വിരളി പിടിച്ച് നിൽക്കുകയാണ്. അവരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ അകത്ത് വരെ ഷെല്ലുകൾ വീണു, അവിടെ നാമാവശേഷമായി. അദ്ദേഹം വസതിയിൽ നിന്ന് മാറി അണ്ടർഗ്രൗണ്ടിൽ പോയെന്നാണ് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാകിസ്ഥാന് ഇന്ത്യയെ മനസ്സിലായിട്ടില്ല, ഇനി ഇന്ത്യയോട് കളിച്ചാൽ മിച്ചം പോലും കാണില്ല, നമുക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമേ ഇല്ല, നമ്മൾ 2, 3, 4 ദിവസം കൊണ്ട് ആ ടെററിസ്റ്റ് ഏരിയ മുഴുവൻ നശിപ്പിച്ച് നമ്മൾ പിൻവാങ്ങും. പക്ഷേ ഇങ്ങോട്ട് കയറി കളിക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് മാരകമായ പ്രഹരമേക്കേണ്ടി വരും. അത്യാധുനികമായ ലോകത്തിലെ ഡിഫൻസ് മെക്കാനിസം ഉള്ള 3, 4, 5 രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പാകിസ്ഥാന് നമ്മുടെ അടുത്ത് പോലും എത്തില്ല. അങ്ങനെയുള്ള അവർക്ക് ഡിഫൻസ് മെക്കാനിസം അധികമൊന്നുമില്ല. നമ്മുടെ റഫാൽ ഫൈറ്റേഴ്സിനോട് കിടപിടിക്കുന്ന വിമാനങ്ങളൊന്നും അവർക്കില്ല. തേജൻ MK2 നമുക്കുണ്ട്, സുഖോയ് SU നമുക്കുണ്ട്, അതുപോലെ 30 MKI നമുക്കുണ്ട്. അതിനോട് കിടപിടിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനവും അവർക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇന്ത്യയുടെ കൈവശം എങ്ങനെയാണ് ഇസ്രയേൽ അവരുടെ പ്രയോഗങ്ങൾ, അവരുടെ ഡിഫൻസ് എന്തായിരുന്നെന്ന് വെച്ചാൽ അതിൽ വൈറ്റലായ 1, 2 ആയുധങ്ങളുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രഹരശേഷിയുള്ള S-400 നമ്മുടെ കയ്യിലുണ്ട്. അത് റഷ്യൻ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ആരോപ്പ് ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ശക്തമായ ട്രോൺസാണ്. ആ ട്രോൺസിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തന മേഖല എന്താണെന്ന് പല രാജ്യക്കാർക്കും അറിയത്തില്ല. പാകിസ്ഥാൻ അത് ഒട്ടും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ടെക്നോളജി ചിലപ്പം പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇത് പ്രൊക്യൂർ ചെയ്യാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് ഹാരോപ്പ് ഉള്ള ട്രോൺസും അതുപോലെ S-400 റഷ്യൻ നിർമ്മിതമായ സ്കാൽപ്പ്, അതും ആ മിസൈൽ സിസ്റ്റവും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒന്നും സംഭവിക്കില്ല. അന്തരീക്ഷത്തിൽ തന്നെ ആ തീമഴകളെല്ലാം നമ്മൾ കൗണ്ടർ അടിക്കും. അത് ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ആക്രമണം ഇന്നലെ രാത്രി മുഴുവൻ പാകിസ്ഥാൻ 33 സെൻറ്ററുകളിൽ തുടരെ മിസൈലും ട്രോൺസോ അയച്ചിട്ട് അത് മുഴുവൻ കൗണ്ടർ അടിച്ച് നമ്മൾ നശിപ്പിച്ചെന്നല്ലാതെ ഇന്ത്യയുടെ ഭാഗത്ത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. അതേസമയത്ത് പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ നമുക്കറിയാം, അവർ ആ കൊറ്റയിലും ആ ബലൂചിസ്ഥാനിലും അവരെ ആ പ്രവിശ്യയിലും പല സ്ഥലങ്ങളിലും അവർ ആ പാകിസ്ഥാന് എതിരായിട്ടുള്ള നീക്കം നടത്തി അത് ആ ഏരിയ മുഴുവൻ അവർ കൈവശപ്പെടുത്തിയതായിട്ട് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. പാകിസ്ഥാൻ ക്രമേണ ഈ ഭീകരവാദമായിട്ട് നടന്നാൽ ക്രമേണ പാകിസ്ഥാൻ 2, 3 രാജ്യങ്ങളായി ചിന്ന ഭിന്നമായി പോകും എന്നാണ് കരുതുന്നത്. അവിടുത്തെ ടെററിസ്റ്റുകളെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായിട്ടില്ല. അത് നമ്മൾ 9 സ്ഥലത്ത് മാത്രമാണ് അറ്റാക്ക് ചെയ്ത് അവരെ നശിപ്പിച്ചത്. ഇനി 15 സ്ഥലത്തും കൂടെ ഉണ്ട്. അതുകൂടെ നശിപ്പിച്ച ശേഷം നമ്മൾ പിൻവാങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.